ഇത് ഞാൻ സയൻസ് ഫസ്റ്റ് റീസൺസ് ഒക്കെ ഇല്ലേ, അതിന് വേണ്ട നേരത്തെ വന്നത്. ടീച്ചർ അതെയോ മാത്സ് ടെസ്റ്റ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുന്നത്. ടീച്ചർ പിന്നെ പല എക്യുപ്മെന്റ്സിനെ കൊണ്ടുവന്നായിരുന്നോ? നമ്മുടെ കുട്ടികളുടെ വർക്കിംഗ് സയൻസസ് ഒക്കെ വരെയില്ല. ഇതിനും അതിനെപ്പറ്റി കുറച്ച് എനർജി കൺസർവേഷൻ, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ അങ്ങനെ കുറച്ചൊക്കെ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു. ലൈക്ക് ബേണിംഗ്, സബ്ലിമേഷൻ, യൂസസ് ഓഫ് ബാറ്ററി, അങ്ങനെ നമ്മൾ സയൻസ് കാര്യങ്ങളും അതിന്റെ യൂസസ് വന്നു. നിങ്ങളൊക്കെ സയൻസ് ടീച്ചർമാർക്ക് സിസ്റ്റമിന്റെ ഒക്കെ ബുദ്ധിമുട്ടാണ്. ലാംഗ്വേജ് ടീച്ചറെ അതൊക്കെ ശരിയാ ടീച്ചർ. എന്നാലും തിയറീസ് ദിവസമൊന്നും കാണാതെ പഠിക്കുന്ന കുട്ടികളെ അതിനെ കണക്കാണ്. നീ കണക്കൊന്നും ആ കണക്കല്ല ടീച്ചർ. കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് ഉദ്ദേശിച്ചത്. ടീച്ചർ പറഞ്ഞത് മാത്സ് ബുദ്ധിമുട്ടാകാനല്ലേ. നിങ്ങളിവിടെ മാത്സും മലയാളവും ഇംഗ്ലീഷും എന്ന് പറഞ്ഞിരുന്നു. കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടം ഇംഗ്ലീഷ് പീരീഡ് തന്നെ. ആ പലതും കറക്റ്റാണ്. പിന്നെ സയൻസ് മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. വെരി ഗുഡ്. നമുക്ക് ഇപ്രാവശ്യം ഫസ്റ്റ് തന്നെ അയക്കാം കേട്ടോ. പിന്നെ ടീച്ചറെ ഞാൻ എബിയിൽ പോയിട്ട് വർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വരാം. പിന്നെ നമുക്ക് അസൈൻമെന്റ് ഉണ്ടായിരുന്നുള്ളൂ സയന്റിസ്റ്റിൽ, അതുകൂടി മേടിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ ശരി. ഗുഡ് മോർണിംഗ്. എല്ലാവരും സയൻസ് ഫെസ്റ്റിവലിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ശരി, ഇന്നത്തെ ദിവസം എന്താ? ജനുവരി ജനുവരി ആണ്. പക്ഷെ നമ്മൾ സയൻസ് പഠിക്കുന്നവർക്ക് വേറെ പ്രത്യേകത ഏതോ ഒരു സയൻസിന്റെ ബർത്ത്ഡേ ആർക്കറിയോ? ശരി, ഞാൻ വിളിച്ച് പറയാം. നിങ്ങൾ അറിയുന്ന സയൻറ്റിസ്റ്റ് ആണെന്ന് പറയാം. തമോഘട്ടങ്ങളെ കുറിച്ചുള്ള ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചും ഒരുപാട് സ്റ്റഡീസ് നടത്തിയ സയൻറ്റിസ്റ്റാണ്. തന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ലോകത്തെ സയൻസിനെ കീഴ്പ്പെടുത്തി. ആരാണ് അദ്ദേഹം? ആർക്കെങ്കിലും പറയാമോ? സ്റ്റീഫൻ ഹോക്കിംഗ് ടീച്ചർ അല്ല. സ്റ്റീഫൻ ഹോക്കിംഗ് സയൻസിലെ തന്റെ കഴിവിന് മുന്നോട്ടും ലോകത്തെ കീഴടക്കി സയൻസിനെ കീഴ്പ്പെടുത്തി ഒരു വലിയ മനുഷ്യനായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ അസൈൻമെന്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഒരു ബയോഗ്രഫി എഴുതുക. എല്ലാവരും ചെയ്യും. അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ അസൈൻമെന്റ് തന്നില്ലായിരുന്നു. കുറച്ച് സയന്റിസ്റ്റിനെ കുറിച്ച് എഴുതിക്കൊണ്ടുവരാൻ എഴുതിയായിരുന്നു. എല്ലാവരും എഴുതിയായിരുന്നു. കുഴപ്പമില്ല. ഇപ്പോ ഫിഫ്ത് പീരീഡ് ഞാൻ വരുമ്പോഴേക്കും കമ്പനീഷനിലേക്കാവും. ശരി, അപ്പൊ നിങ്ങളുടെ ഫിഫ്ത് പീരീഡ് കാൽക്കുലേറ്റ് വിളിച്ചിരുന്നാൽ മതി. അന്നേരം ഞാൻ ഐൻസ്റ്റീന്റെ കോൺട്രിബ്യൂഷൻ പേപ്പറാണോ? ഐൻസ്റ്റീനെ ശരിയാണ്. ഫോട്ടോ പിന്നെ എന്തൊക്കെയാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്, നോർമൽ മൂവ്മെന്റ്, ഇതെല്ലാം എപ്പോഴാണ് ഐൻസ്റ്റീനെ പഠിച്ചു തീർക്കുന്നത്? അതൊക്കെ ഡാർട്ടനായിട്ട് പഠിക്കണം. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ശരിയാണ്. ഡാർട്ടന്റെ അറ്റോമിക് മോഡലൊക്കെ പഠിക്കാൻ ഞാൻ ചെറുപ്പമല്ലോ. പേരിട്ടൊരു വലിയ കുഴപ്പമില്ല. റേഡിയോ ആക്ടിവിറ്റി റിസർച്ച്, റേഡിയം, പൊളോണിയം അതൊക്കെ എങ്ങനെയും പഠിച്ചല്ലോ. അല്ലെങ്കിൽ സിമ്പിളല്ലോ. എല്ലാവരും കാണാൻ അതെ അതൊക്കെ പഠിക്കാൻ എനിക്ക് എളുപ്പം. പിന്നെ മെന്റലി എന്തൊരു ബുദ്ധിമാനായിരുന്നു. ഇത് കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റ്സിന് വേണ്ടി പീരിയോഡിക് ഒരു സ്ഥാനം വെച്ചിട്ടുണ്ട്. അതെ അന്നത്തെ കാലത്ത് ഇങ്ങനെ എലമെന്റ്സിനെ ഇനി ഞാൻ മെന്റലി കണ്ടുപിടിച്ച് എലമെന്റുകളുടെ പേരെന്തായിരുന്നു? ക്യാനിയോ ഇനിയോ സ്കാനിയോ ഉണ്ട്. പിന്നെ നമ്മുടെ ജോസഫ് അത് പഠിക്കാൻ വളരെ എളുപ്പമായി. കുറച്ച് കോൺട്രിബ്യൂഷൻസേ ഉള്ളൂ. അതെ, ഓക്സിജൻ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഇത്രയൊക്കെ ഉള്ളൂ. അയ്യോ, ഇയാളൊന്നും ആയിരത്തെ ഐസക് നമ്മളൊരു മനസ്സിൽ മാത്രം നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മളുടെ എടുത്തിരിക്കും. ശരിയാ, പുള്ളി വേറെ പഠിക്കുന്നുണ്ടായിരിക്കും. മുന്നോട്ട് പോകാൻ ഗ്രാവിറ്റി, ലോസ് ഓഫ് മോഷൻ, ലോസ് ഓഫ് ഫ്ലൂയിഡ്, ഡിസ്ട്രക്റ്റീവ് അങ്ങനെ ഒരുപോലെ കോൺട്രിബ്യൂഷൻസ്. ഒന്നും പഠിച്ചിട്ട് ഈ 2 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാൻ? നീ പഠിക്കണം. ഞാനൊന്നും പഠിച്ചില്ല.
കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ പിള്ളേർക്ക് ഇതുവരെ പുല്ല് കിട്ടുകളെ അയച്ചീനെ. ഇവര് ചെറിയ പിള്ളേരല്ലേ, ഇവർ ഈ ഓടി നടക്കുന്നതും പന്ത് കളിക്കുന്നതും ഒക്കെ ഇത് ലോസ് വെച്ചാ. ലോസ് ഓഫ് മോഷൻ, ലോസ് ഓഫ് ഗ്രാവിറ്റി, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അത് പിന്നെ അവര് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമില്ല. കണ്ടുപിടിക്കുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അവര് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? മേരി ക്യൂരിയുടെ കാര്യം, അതായത് എന്റെ കാര്യം. ആകെ റേഡിയോ പൊളോണിയം കണ്ടുപിടിച്ച് ടിക്കറ്റ് അടിച്ച് പോന്നാൽ എന്താ, നോബൽ പ്രൈസ് അല്ലേ 2 വിഷയത്തിലും. അത് ആദ്യമായിട്ട് കിട്ടിയത്. യെസ് യെസ്, ക്യൂറി പറഞ്ഞ വളരെ ശരിയാണ്. കണ്ടുപിടിക്കുമ്പോൾ എളുപ്പമുള്ളത് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ, ഡെയിലി ലൈഫിൽ വേണ്ടത്. എന്നെ പോലെ ഓക്സിജൻ അമോണിയം. ഓ, ഈ ഓക്സിജനും NSP ഒക്കെ നീ കണ്ടുപിടിച്ചിട്ടാണോ ഈ ലോകത്ത് വന്നത്? അതുവരെ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ മിസ്റ്റർ ജോസഫ് പ്രീസ്ലി? ഇത് താൻ എന്താണോ ഉദ്ദേശിച്ചത്? താൻ കണ്ടുപിടിച്ച പുതുതാറിന്റെ പോലെ ഈ ലോകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഇല്ലായിരുന്നൊരു താൻ കണ്ടുപിടിച്ചിട്ട് വന്ന പോലെയാണല്ലോ. ഏത് സാധനം കൊള്ളട്ടോ താഴേക്ക് വരുന്ന എല്ലാവർക്കും അറിയണം. താൻ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആപ്പിൾ എന്താ താഴേക്ക് വന്ന മുകളിലോട്ട് പോകത്ത് എത്താന്ന് ചിന്തിച്ച മണ്ടല്ലോ താൻ. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ മിസ്റ്റേക്ക്. നാണമില്ലേ തനിക്ക്? പണ്ടാ ഇന്ത്യക്കാരൻ കാണാതെ കണ്ടുപിടിച്ച ആറ്റം വെച്ച് നീ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി നീ ഫേമസ് ആയി. കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, എഴുതിയും കൂടെ വയ്ക്കണം. എങ്കിലേ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. എഴുതി വെക്കുന്ന കാര്യം പറഞ്ഞപ്പോ ആ എഴുതി വെക്കുന്ന കാര്യത്തോടെ മെന്റലി പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ കണ്ടു. അതിനെല്ലാം ഒരു പട്ടികയാണ്. പട്ടികയിൽ എഴുതാൻ തികയാതെ വന്നപ്പോ അവിടെ എഴുതി അവിടെ ഇന്ന മൂലകം വരും, വേറെ മൂലകം വരും എന്ന് പറഞ്ഞാൽ അതിന് ഓരോ കഥകൾ. ആ പൊട്ടന്റെ കാര്യം കേട്ടോ. എന്നിട്ട് ആ മഹാൻ എവിടെ? പറഞ്ഞവരാണ് പുകഴ്ത്തി പറഞ്ഞായിരുന്നു വഴി കേട്ടായിരുന്നു. എങ്ങനെയാടാ പിള്ളേരെ പോലെ കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചു കൂടെ സ്ഥലം വിളിച്ചിട്ടൊന്നും എന്ത് തെറ്റാണോ? ഒരു തെറ്റല്ല. നിന്നങ്ങ് തള്ളി മറിക്കുവാണെന്ന് ബുദ്ധി ദൈവമേ, നീ കൂടുതലൊന്നും പറയണ്ട. നീ ആ റേഡിയാക്കി പൊക്കറ്റിട്ടോട് നടന്നോളല്ലേ നീ. റേഡിയാക്കി എലമെന്റ് പോക്കറ്റിൽ നടന്ന 2 നൗകൽ സമ്മാനം കിട്ടില്ലേ? അത് ആയുസ് മാത്രമല്ല, ഇങ്ങോട്ട് ഫ്രീ ടിക്കറ്റ് കിട്ടില്ലേ? മതി 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 നിർത്ത്. നിങ്ങൾ ഇങ്ങനെയാണെന്ന് അടിയോടാതെ. അവർക്ക് അത് ചെയ്യാനുള്ള പാടുകൊണ്ട് അവരങ്ങനെയൊക്കെ പറഞ്ഞു. നിത്യജീവിതത്തിൽ സയൻസിനും സയന്റിസ്റ്റിനുമുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവര് പറയും. അത് ശരിയാ. നമുക്ക് ആ കൊച്ചിയുടെ ഹോക്കിൻസിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകണ്ടേ? ആ പോണം. എന്ത് കൊടുക്കും? കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ അവന്റെ തിയറീസ് എല്ലാം പരിഷ്കരിച്ചോണ്ടിരിക്കും. ശരിയാ. എന്റെ ഒരു സാധനമുണ്ട്. എന്താണ്? ഇതാ ഞാൻ പറഞ്ഞ ആപ്പിൾ. ഇതില് 80 മധുരമുണ്ട്. ബ്രീസ്ലി ചേട്ടാ, എന്റെ ഒരു സാധനം ഉണ്ട്. ബ്രീസ്ലി ചേട്ടാ, എന്താ അത്? ரொம்ப എക്സ്പെൻസീവ്. ആ സാധനം പോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നുകൊണ്ടാണ് ഇങ്ങോട്ട് ടിക്കറ്റ് കിട്ടിയത്. എന്റെ കയ്യിൽ സാധനമുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടായിരിക്കും കിട്ടിയത്. പോസ്റ്റ് കൊടുത്താൽ വേണ്ട, നമുക്ക് പോയിന്ന് വിഷ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ അവൻ കൊടുക്കുന്നതെല്ലാം പരിഷ്കരിച്ചോണ്ടിരിക്കുക. താടിയിൽ മാത്രം ചലിപ്പിച്ച് ലോകം കീഴടക്കിയവരെ അവൻ. നമുക്ക് പോകാം. എന്തോ ശബ്ദം കേട്ടത്? അത് സുനിത വില്യംസിന്റെ പേടകമല്ലേ പോയത്? അതെ, അത് അവളുടെ പേടകമാ. അതെ, കൽപ്പന ചൗള വന്നല്ലോ. ഇത് കഴിഞ്ഞ വർഷം ജൂൺ 5 പോയതാ. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ആണ് അവിടെ സ്റ്റക്കായി പോയതാ. ഈ മാസം തിരിച്ചു വരുമെന്നാ പറയുന്നത്. അങ്ങനെ വരുമ്പോ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവില്ലേ? അതെ, ഉറപ്പായിട്ടും ഉണ്ടാവും. കാര്യം 8 ദിവസത്തേക്ക് മാറ്റം പോയതാ. ഇപ്പോഴാണെങ്കിൽ 1 വർഷത്തോളം ആവാറായി. അപ്പൊ അതിനനുസരിച്ച് ഉണ്ടാവും. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പൊ ടെക്നോളജി ഒക്കെ വളർന്നതുകൊണ്ട് അവൾ സേഫ് ആണ്. ഞാനായിരുന്നു നിർഭാഗ്യവതി. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് ചൗളെ. ഡോണ്ട് സേ ദാറ്റ്. നീ അല്ലേ ആ ധൈര്യം കാണിച്ചത്? വേറെ ഏത് ഇന്ത്യക്കാരി പോയി ഇതേ നിൽക്കുന്നത്? ഇവരങ്ങനെ പോയോ? നീ അല്ലേ ആദ്യം വനിത പോയത്? അതെ, ഈ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഗേൾസ് ആണ് പവർഫുൾ. അത് ആർക്കും വേണ്ടി നിൽക്കുന്നത് കട്ലറ്റിന്റെ ഒരു ചിക്കൻ പീസ് കിട്ടിയതാ. അയ്യോ, നമുക്ക് പോവാ. അല്ലെങ്കിൽ കട്ട്ലറ്റിന് ചിക്കൻ കിട്ടൂല.